പുലരിത്തൂ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം. ഭാരം താങ്ങാനരുതാതെ നീർമണി വീണുടഞ്ഞു വീണുടഞ്ഞു. പുലരിത്തൂ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം. അതാണ് അതല്ല വെതറല്ലല്ലോ വിവേക, ഇതെന്ത് സംഭവം ഇങ്ങനെ കൂടെ കൂടെ അമേരിക്കയില്. അയ്യോ, അത് അമേരിക്കയിലെ മലയാളി ഇഷ്ടപ്പെടുന്ന ഒരു ഇവിടുത്തെ ഈ ക്രിസ്പി എയർ ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും. കാരണം നാട്ടിലാണെങ്കിൽ രാവിലെ ഒരു 6:30 ഒക്കെ ആകുമ്പോൾ എനിക്കൊരു ക്രിക്കറ്റ് അക്കാഡമിയും നെറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ പോയി കുറച്ചു നേരം കുറെ ആൾക്കാരെ കണ്ട് നമ്മളൊന്ന് എന്താ പറയുക എനർജൈസ് ആവും. ഇവിടെ വന്നപ്പം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കാന്ന് കരുതിയ പക്ഷെ ഉഗ്രം. കാരണം ആ ഒരു ഫീലും പെട്ടെന്ന് ഇവിടെ വന്ന് ആകാശത്ത് കേൾപ്പ മനസ്സിൽ വന്നൊരു പാട്ടങ്ങ് പാടിപ്പോയിരുന്നു. അപ്പോഴാണ് മോചേട്ടൻ. അപ്പൊ നാട്ടില് എങ്ങനെയുണ്ട് നമ്മുടെ ചെറുപ്പക്കാര് ഇങ്ങനെ എക്സർസൈസിനോടും ഒക്കെ താല്പര്യമുണ്ടോ? എനിക്ക് തോന്നുന്നു ഈ കോവിഡിന് ശേഷം അത് കുറച്ചുകൂടി ഒന്ന് ഹെൽത്ത് കൺസേൺഡ് ആണ് ആൾക്കാർ. പിന്നെ അത് സ്റ്റഡിയായി തീർച്ചയായിട്ടും. പിന്നെ വെച്ചാൽ അവരിപ്പം ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും കളിക്കാനൊക്കെ വിളിച്ചാലും വരാൻ മടിയുള്ള ആൾക്കാർ വരെ ഇപ്പൊ അവരാണ് ഇപ്പൊ ആദ്യം വരുന്നത്. കാരണം എല്ലാവർക്കും ഒരു ഒന്ന് എപ്പോഴും നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക. കാരണം എന്തുണ്ടെന്ന് പറഞ്ഞാൽ ഹെൽത്ത് തന്നെയാണ് എപ്പോഴും പ്രധാനം. പിന്നെ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഞാൻ നടക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മുടെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഭയങ്കര ഒരു സങ്കടകരമായിട്ടുള്ളൊരു വാർത്ത കേട്ടിട്ടാണ്. കാരണം നമ്മുടെ അമ്മേണിച്ചാലില് ജോയിച്ചേട്ടൻ്റെ ഒരു മരണം. അപ്പൊ അത് നമ്മളൊരു ഭയങ്കര അതൊരു മനുഷ്യനിർമ്മിത മരണമാണ്. തീർച്ചയായിട്ടും. കാരണം നമ്മൾക്കൊക്കെ വേണ്ടി എന്താണ് അവരുടെ ജീവൻ പോലും മാറ്റിവെച്ച് ചെയ്യുന്ന ചില കർമ്മങ്ങൾ, അത് നമ്മളാൽ നിർബന്ധമായിട്ടുള്ള ഒരു മരണത്തിലേക്ക് അവരെ നയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമ്മളിപ്പോ ഈ അമേരിക്കയിൽ വന്നു കഴിയുമ്പം എത്രയോ വർഷങ്ങൾക്ക് മുന്നേ വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് ഈ കോവിഡിന്റെ സമയത്ത് തന്നെ ഈ ഇമ്മ്യൂണിറ്റി കുറവാണ്. കാര്യം നമ്മുടെ നാട്ടിലെ ഒരു രീതിയായിട്ട് വെച്ച് നോക്കുന്ന ഉടനെ അതുകൊണ്ട് അത്രയും ആൾക്കാർ മരിച്ചതുമൊക്കെ. പക്ഷെ തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു സ്ഥലം എത്ര മനോഹരമാണ്. അവിടുത്തെ ആ കളറുകളും നല്ല പച്ചപ്പും. ആ ചെറിയൊരു സ്ഥലം നമുക്ക് വൃത്തിയാക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നാണക്കേട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫിംഗർ പോയിന്റ് ചെയ്യുന്നതിന് പകരം ഇറങ്ങി ക്ലീൻ ചെയ്യുക. തന്നെയല്ല ഇവിടൊക്കെ ഈ അഡോപ്റ്റ് ഹൈവേ എന്നൊക്കെ പറഞ്ഞുള്ള സംവിധാനങ്ങളുണ്ട്, ബിസിനസ്സുകാരെയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് പോകുന്നത്. അപ്പം ഇതിന് പണം മുടക്കാനും അതിന്റെ പേരിൽ അവർക്കൊരു പരസ്യം ഈ കനാലിന്റെ ഒക്കെ കരയ്ക്ക് വെച്ചാലും ആ തിരുവനന്തപുരത്തൂടൊക്കെ ആ വെള്ളം ആ ഒഴുകുന്ന ജോയിയുടെ മരണം ഒരു വല്ലാത്ത മരണം തന്നെയല്ല. നമ്മളിപ്പം 24-ന്റെ ഒക്കെ മാധ്യമപ്രവർത്തകര് ഫുൾ ലൈവ് കൊടുക്കുമ്പോൾ നമ്മുടെ ക്യാമറ ക്രൂ, നമ്മുടെ ഡ്രൈവേഴ്സ് വരെ ക്യാമറയുമായിട്ട് അവിടെ ഫുൾ സെറ്റായിട്ട് ഈ മറ്റേ ഇവരെ റെസ്ക്യൂ ചെയ്ത ആൾക്കാരോടൊപ്പം തന്നെയാണ് മീഡിയയുടെ ആൾക്കാരും വളരെ കഷ്ടപ്പെട്ട്. അന്നേരമാണ് ഇത്രയും മലീനമായിട്ടുള്ള ഒരു നമ്മളിത് കാണുന്നത് അങ്ങനെയുള്ള സംഭവം ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതല്ല. അതെ, മരണം എപ്പോഴും അകലെയാണ്. ചേട്ടൻ പറഞ്ഞപ്പോ എനിക്കൊരു പാട്ട് പെട്ടെന്ന് മനസ്സിലാവുന്നു. നമുക്കൊന്ന് അദ്ദേഹത്തിന് വേണ്ടിട്ട് നമുക്ക് മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെ തലോടി ശമിക്കുവാൻ. ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസക്കണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. അതെ 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 വിവേകം വന്നിരിക്കുന്ന ഒരു പറ്റിയ സമയത്താണ്. കാര്യം വാഷിംഗ്ടൺ DC രാഷ്ട്രീയ ചൂടിൽ തിളച്ച് മറിയാണ്. നമ്മൾ ഈ കാലാവസ്ഥ തിളയ്ക്കുന്നത് പോലെ തന്നെ ഡൊണാൾഡ് ട്രംപും ബൈഡനും ഓരോ ദിവസവും ഇപ്പം മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് ഓരോ മണിക്കൂറിലാണ് വാർത്തകൾ മാറി 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 വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ പെട്ടെന്ന് ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം പ്രോഗ്രാമിൽ ഒന്നാണ് ഇവിടെ അങ്ങനെ ഒരു ട്രംപ് അസോസിയേഷൻ നടക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് എൻ്റെ മൊബൈലിൽ നോക്കുമ്പോൾ നാട്ടിൽ നിന്ന് എല്ലാവരും ചോദിക്കുന്നത് ഇവിടെ വല്ല ഹർത്താലോ. നമ്മുടെ എല്ലാവർക്കും അങ്ങനെയാണല്ലോ. കാരണം നമ്മുടെ നാട്ടിലൊരു പൊളിറ്റീഷ്യൻ എന്തെങ്കിലും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു കർഫ്യൂ, ഹർത്താൽ 3-4 ദിവസം എല്ലാം. പക്ഷെ ഞാൻ തന്നെ അത്ഭുതപ്പെടുത്തു. കാരണം ആ രാജ്യത്തിൻ്റെ പുരോഗതി തന്നെയായിരിക്കും തീർച്ചയായിട്ടും കാണിക്കുന്നത്. അവരെല്ലാം ആ ഒരു കാര്യം നടന്നു. കാരണം എല്ലാവരും ഈക്വലായിട്ട് കാണുന്ന പോലെ തന്നെ
പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതൊരു വലിയ പ്രശ്നമായിട്ട് എന്നെ വീട്ടിൽ നിന്നൊക്കെ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ. അപ്പൊ അതൊക്കെ ശരിക്കും എനിക്ക് തോന്നുന്ന ഒരു പഠനമാക്കേണ്ട കാര്യമായിരിക്കും. കാരണം തീർച്ചയായിട്ടും പിന്നെ എനിക്ക് എപ്പോഴും നോക്കില്ല മധുചേട്ടന് ട്രംപിനോടൊരു പ്രത്യേക താല്പര്യമുണ്ടോ എന്ന് എനിക്ക് ലൈവ് കാണുമ്പോൾ. വിവേക്, ട്രംപിനോടുള്ള താല്പര്യം എന്നുള്ളതല്ല, ഈ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ഒരു ചരിത്രം എടുത്താല് ഹില്ലരി ക്ലിന്റൺ, ജോർജ് ബുഷ്, ജോൺ എഫ് കെന്നഡി, അതുപോലെ തന്നെ ബറാക് ഒബാമ, ഇവരൊക്കെ മീഡിയയ്ക്ക് വേണ്ടിയ കണ്ടന്റുകൾ എപ്പോഴും തരും. ഓക്കെ. അപ്പം ഡൊണാൾഡ് ട്രംപ് പഴയ ഒരു ടെലിവിഷൻ അവതാരകനും കൂടാ. അപ്പൊ ആ അവതാരകന്റെ ഒരു തലച്ചോറിലെ ബുദ്ധിയാണ് വെടി ചെവിക്ക് കൊണ്ടിട്ടും മുഷ്ടി സിന്താവ് വിളിച്ച് പുറത്തേക്ക് പോന്നെ. കാര്യം ആ നിമിഷം എത്രയോ കോടികൾ വിലമതിക്കുന്ന ഒരു നിമിഷം അമേരിക്കയുടെ ചരിത്രത്തിൽ മുഴുവൻ കിടക്കുന്ന ഒരു ഇതാണ്. അപ്പൊ അങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ അത്തരം ഒരു താല്പര്യമുണ്ട്. കാര്യം ട്രംപിനെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും. അങ്ങനെ ഒരു ഇതുണ്ട്. തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളത് പ്രത്യേകിച്ച് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പക്ഷം പിടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ തൊഴില് അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്, മറ്റേതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടില് തമാശ രീതി പറഞ്ഞ നോട്ടുണ്ടോ അപ്പൊ വോട്ടുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ നാട്ടിലെ പോലെ നമുക്ക് എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടത്തൊന്നുമില്ല. എന്നാലും ഒരു അതാണ് നോട്ട് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രംപിന് നമുക്ക് അയച്ചു കൊടുക്കാം. വോട്ട് ഒരു തെരഞ്ഞെടുപ്പ് അടുക്കണ സമയത്ത് വിലയുള്ള നോട്ട്. ഈ നോട്ട് ചുടുമനസിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട്. ചുമ്മാതെ കളയരുതമ്മിണിയെ ഇല്ല ഒരു സമ്മാനമാക്കൂ സോദരിയെ. വോട്ട് ഒരു തെരഞ്ഞെടുപ്പ് അടുക്കണ സമയത്ത് വിലയുള്ള നോട്ട്. ഈ നോട്ട് ചുടുമനസിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട്. ചുമ്മാതെ കളയരുതമ്മിണിയെ പുതു സമ്മാനമാക്കൂ സോദരിയെ. അപ്പൊ ഈ ഡൊണാൾഡ് ട്രംപിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രൊട്ടസ്റ്റന്റ് സഭകള്, ക്രൈസ്തവ സഭകള്, ആള് വലിയൊരു ഭക്തനാണ്. ജീസസ് ക്രൈസ്റ്റിന്റെ ഒരു വലിയൊരു ഫാനാണ് ഡൊണാൾഡ് ട്രംപ്. നമ്മളിങ്ങനെ വേറെ ചില കഥകളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അത്ര ക്ലീൻ അല്ല എന്നുള്ളത് അശ്മണിയായിരിക്കും ഉദ്ദേശിച്ചത്. അപ്പൊ അത് ഡൊണാൾഡ് ട്രംപ് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പൈസ കൊടുത്തത് വിഷയമാണ്, വക്കീല് വഴി കൊടുത്ത പൈസ എന്നാണ് പറയുന്നത്. അപ്പം പുള്ളിയുടെ ബിസിനസിന്റെ അക്കൗണ്ടില് അത് ലീഗൽ ഫീസ് എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഡൊണാൾഡ് ട്രംപ് പറയുന്ന രണ്ട് കാരണങ്ങളാണ്. അതായത് പെയിന്റ് അടിക്കുമായിരുന്നുണ്ടെങ്കിൽ പെയിന്റ് അടിച്ചെന്ന് പറഞ്ഞു കൊടുക്കാം, ഒരു വക്കീലിന് പെയിന്റ് അടിച്ചെന്നും പറഞ്ഞ് പൈസ കൊടുക്കാൻ പറ്റത്തില്ല. രണ്ടാമത് ഈ അക്കൗണ്ട്സിലേക്ക് ബുക്സ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ ഈ ഹഷ്മണി എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഇല്ല. പിന്നെ ഈ ഹഷ്മണി കൊടുത്താൽ അത് എവിടെ കൊണ്ട് ബുക്ക് ചെയ്യും? അപ്പൊ അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ന്യായമുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത്. അത് പറയുമ്പോൾ പണ്ടത്തെ ഒരു സിനിമ പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരണം, അവളുടെ രാവിലെ. ആ സിനിമയെ തന്നെ കയറി പിടിച്ചില്ല. അപ്പൊ ആ സിനിമ പിന്നെ തിയേറ്ററിൽ പോകുന്ന സമയത്ത് എനിക്ക് അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. ശ്രീനിവാസൻ ചേട്ടന്റെ തൊട്ട് 17 പ്രാവശ്യം കണ്ടിട്ടുമില്ല. പക്ഷേ ഡൊണാൾഡ് ട്രംപിന് പറ്റിയൊരു പാട്ടാണ്. നമുക്കൊന്ന് രാഗേന്ദു കിരണങ്ങളൊളി വീശിയില്ല, രജനീ കദംബങ്ങൾ മിഴിച്ചിമ്മിയില്ല, മദനോത്സവങ്ങൾക്കു നിറമാല ചാർത്തി, മനവും തനുവും മരുഭൂമിയായി, നിദ്രാവിഹീനങ്ങളല്ലോ എന്നും അവളുടെ രാവുകൾ, എന്നും അവളുടെ രാവുകൾ. മധു അവളുടെ രാവുകൾ കണ്ടിട്ടില്ല എന്നുള്ള സത്യമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ പാട്ട് കേട്ടപ്പോൾ മധുവിൻ്റെ മുഖത്തുണ്ടായ ഒരു ശുഷ്കാന്തി ഉണ്ടല്ലോ, ഒരു പ്രഭ, എൻ്റെ അമ്മോ, അതീവ ഗുരുതരം തന്നെ. ഭയങ്കര റണ്ണിങ് ആണല്ലോ രാവിലെ. അത് വിവേക, ഈ നമ്മള് രാവിലെ ഓടിയില്ലെങ്കിൽ വയസ്സമ്പതായി ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിലോട്ട് ഓടേണ്ടി വരും. അപ്പൊ അതുകൊണ്ട്
പക്ഷേ ഞാനൊരിക്കലും ചേട്ടൻ ഇങ്ങനെ വെറുതെ ഇരിക്കാനായിട്ട് കാണുന്നില്ല, കാരണം എപ്പോഴും നല്ല ആക്റ്റീവാണ്. അപ്പൊ അത് നമുക്ക് അതുകൊണ്ട് ഒരു എനർജി. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു എഞ്ചിനീയർ എന്നുള്ളതിലുപരി ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിന്റെ ആ ഒരു പാതയിലേക്കാണല്ലോ. അപ്പൊ അതൊരു പാഷനായിട്ട് അതിലേക്ക് വന്നതാണോ? ഈ അന്വേഷണാത്മക പത്രപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടില് പോക്കറ്റ് മണി കിട്ടാൻ പ്രയാസമായിരുന്നു. അപ്പൊ നമ്മളെ അപ്പനും അമ്മയും എവിടൊക്കെയാണ് ഈ പൈസ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് തപ്പി 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 പോകും. അത് നേരെ നമ്മൾ ഈ മീഡിയ ഫീൽഡിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ പോയി തപ്പി 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 പോയി അത് കണ്ടുപിടിക്കുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ത്രില്ലർ. പ്രത്യേകിച്ച് അത് പറയുമ്പോൾ നമുക്ക് ലാലേട്ടൻ ഓർമ്മല്ലേ, റൺ ബേബി റണ്ണില്. അതെ, നമ്മള് പലപ്പോഴും വാർത്തകൾ കാണുമ്പോൾ അതിന് പുറകിലുള്ള ഒരു എഫേർട്ടും ശരിക്കും മനസ്സിലാക്കി. ലാലേട്ടൻ ഒരു പാട്ടും പാടിയിട്ടുണ്ട്, നന്നായിട്ട് പാടിയിട്ടുണ്ട്. നമുക്ക് ആ പാട്ടൊന്നും. ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ നാൾ കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ, വീഴാതെ കണ്ണിലന്നു മിന്നിയ നീർമണി, നീറാതെ നീറുന്നൊരോർമ്മ തന്നെത്തിരി, എന്നെ വിട്ടിട്ടെന്തേ പോയി മഞ്ചാടിക്കുരുവി, നിന്നെ കാത്തി തീരത്തെൻ്റെ മോഹം വേരോടി, ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ നാൾ കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ. ഈ പാട്ട് പറഞ്ഞപ്പോൾ എനിക്ക് ആ സിനിമയിലെ വിഷ്വൽസ് ഇങ്ങനെ എൻ്റെ മനസ്സിൽ പോകാറുണ്ട്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എനിക്ക് അടുത്ത കാലത്ത് ശ്രദ്ധിച്ചൊരു കാര്യമാണ്, തമാശ ചേട്ടൻ ബാംഗ്ലൂർ ഒരു അധോലോക നേതാവിൻ്റെ, അദ്ദേഹത്തിൻ്റെ പേര് അഗ്നി ശ്രീധർ. അപ്പോൾ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തൊരു എക്സ്പീരിയൻസ്, അതൊരു ഭയങ്കര. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ബാംഗ്ലൂർ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് അധോലോകം കൺട്രോൾ ചെയ്ത ആളാണ് അഗ്നി ശ്രീധർ. പുള്ളിക്ക് ആവേശം നന്നായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള. അപ്പൊ അത് ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. കൊച്ചിലെ മുതലേ എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് റാങ്ക്. അത് കഴിഞ്ഞ് വക്കീൽ പഠിക്കാൻ വരുമ്പോഴാണ് ഈ അധോലോക നെറ്റ്വർക്കിലേക്ക് ആക്സിഡന്റലി വന്ന് പെടുന്നത്. അപ്പോ പുള്ളി സൗത്ത് ഇന്ത്യൻ ചെസ് ചാമ്പ്യൻ ആയിരുന്നു, കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണ്, വക്കീലാണ്. ഇത് കഴിഞ്ഞ് പുള്ളി കുറെ സിനിമകള് എക്സിറ്റ് അടിച്ചെന്നാ പറയുന്നത്. ആ സിനിമയ്ക്കെല്ലാം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പുള്ളി എഴുതിയ പുസ്തകങ്ങൾക്കെല്ലാം കർണാടക സാഹിത്യ പരിഷത്തിന്റെ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വളരെ റെയർ പ്രോഡക്റ്റ് ആണ്. അപ്പൊ പുള്ളിയുടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, പുള്ളിയെ വല്ലാതെ സ്വാധീനിച്ച ഒരാള് പുള്ളിയുടെ അമ്മയ്ക്ക് ഭയങ്കര കൺട്രോൾ ആയിരുന്നു. അപ്പം പുള്ളിയുടെ ആദ്യത്തെ ഈ കൊലപാതകം എന്ന് പറയുന്നത് കൊട്ട്വാൾ രാമേന്ദ്രൻ എന്ന് പറയുന്ന അന്നുണ്ടായിരുന്ന ഒരു അധോലോക നായകനെ കൊല്ലുന്നതോടുകൂടിയാണ്. അങ്ങനെ ജയിലിൽ പോകുന്നു. അപ്പം IAS റിട്ടേൺ ടെസ്റ്റ് എഴുതിയിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ കൊലപാതകം നടക്കുന്നത്. I remember one sentence in Malayalam. Amma Santoshavadi Anangil, entire family prosperous and happy. Not even in wildest imagination I thought that I could be a name in the underworld. And even today people think of me as Don only. മകൻ കളക്ടറായിട്ട് വരും എന്നുള്ള പ്രതീക്ഷയിൽ ആ ഗ്രാമം മുഴുവൻ കാത്തു നിൽക്കുന്നു. ഈ മാതാപിതാക്കൾ, അപ്പനൊരു മാതൃകാ അധ്യാപകനായിരുന്നു. അപ്പം അപ്പൻ വന്നിട്ട് ജയിലിപ്പെന്ന് പറയുന്ന ഒരു സീനുണ്ട്. മോനെ നീ ഇങ്ങനായി പോയല്ലോടാന്ന് തകർന്നിട്ട് വന്ന് നമ്മുടെ തിലകൻ ചേട്ടനും കൂടെ ചോദിക്കുന്ന അതേപോലെ. പക്ഷെ അമ്മ പറഞ്ഞതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അമ്മ പറഞ്ഞത് പറ്റിയത് പറ്റി, നീ ഇനി ഒരു ക്ലീൻ സ്ലേറ്റിൽ നിന്ന് തുടങ്ങാൻ. അത് അമ്മമാര് പെട്ടെന്ന് നമ്മുടെ ട്രാക്കിന്റെ പുറത്തോട്ട് പോകുമ്പോൾ തിരിച്ച് ട്രാക്കിലേക്ക്, അത് നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ചൈൽഡ്ഹുഡ് മുതലേ അങ്ങനെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ക്വാളിറ്റിയിൽ, ഒരു ഫൗണ്ടേഷനിൽ അമ്മമാരുടെ സ്വാധീനം വളരെ വലുതാണ്. അപ്പൊ ആ ഇന്റർവ്യൂവില് അമ്മയെ പറ്റി പറയുമ്പോൾ അഗ്നി ശ്രീധർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇഫ് ദ മദർ ഈസ് ഹാപ്പി ഹോൾ ഫാമിലി ഈസ് ഹാപ്പി. ആ കണ്ണിലെ തിളപ്പും ഒക്കെ. അപ്പൊ അമ്മ എന്ന് പറയുന്ന ഒരു, അതൊരു വലിയൊരു ഇത് തന്നെയാണ്. വിവേകൻ എങ്ങനെ വന്നു അമ്മ എന്ന്? അയ്യോ, നമ്മൾ ഇത്ര എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും നമ്മളെപ്പോഴും
ആ ഒരു ക്ഷമ എന്നുള്ളൊരു ഭാഗം നമ്മളാണെങ്കിലും അതെ പ്രതീക്ഷിച്ച് ചെല്ലുന്നത് നമ്മുടെ അടുത്താണ്. അപ്പൊ അത് കിട്ടുമ്പോഴും നമ്മളെ പറഞ്ഞ് ശാസിച്ച് അതെ ഒരു സ്നേഹത്തോടുള്ള ശാസനത്തോടുകൂടി നമ്മളെ വീണ്ടും ആ നേർവഴിയിലേക്ക് നയിക്കുമ്പോൾ അതെ അത് നമുക്ക് ഒരിക്കലും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു ഫീലിംഗ്. ഏതാ ഇഷ്ടപ്പെട്ട ഒരു അമ്മ പാട്ടുള്ളത്? നമ്മൾ സ്ഥിരമായി കുറെ പാട്ടുകൾ കേൾക്കാറുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ട് നമുക്ക് പാടാം. காலை தினமும் கண் விழித்தால் நான் கை தொடும் தேவதை அம்மா, அன்பென்றாலே அம்மா என் தாய் போலாகிடுமா. காலை தினமும் கண் விழித்தால் நான் கை தொடும் தேவதை அம்மா, அன்பென்றாலே அம்மா என் தாய் போலாகிடுமா. இமை போல் இரவும் பகலும் என்னை காத்த அன்னியே, உனதம்பு பார்த்த பின்பு அழிவிட வானம் பூமியாகும் சிறிது. காலை தினமும் கண் விழித்தால் நான் கை தொடும் தேவதை അമ്മ. ഇതൊക്കെ അവരവിടെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്റ്റേജില് പാട്ട് പാടാനുള്ളതാ. അപ്പൊ ഇത്രയും സമയം 24-ന് വേണ്ടി തന്നതിൽ ഒരുപാട് നന്ദി. അപ്പൊ വീണ്ടും നമുക്ക് കാണാം. അത് ഒട്ടൊരു ഔപചാരികമല്ലാതെ നമ്മൾ യാദർശികമായിട്ട് വന്നൊരു. അതെ 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 ചേട്ടന്റെ പലപ്പോഴും ഇവിടെ നിന്നുള്ള എന്താ പറഞ്ഞ ലൈവ് റിപ്പോർട്ടിംഗ് ഒക്കെ ഞാൻ കാണുന്നതാണ് ശ്രീധരൻ സാറിന്റെ ഷോയിലൊക്കെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം ചേട്ടനായിട്ട് കുറച്ച് ഇരിക്കാൻ പറ്റിയതിലും അതുപോലെ 24-ന്റെ കൂടെ കുറച്ച് സമയം സംസാരിക്കാൻ സാധിക്കും. നമുക്ക് പോയാലോ? അയ്യോ സൈൻ ഓഫ് ഞാൻ പറയാം, കാരണം സ്ഥിരമായിട്ട് നമ്മള് നാട്ടിൽ കേൾക്കുന്നത് ഓപ്ഷൻ ഉണ്ടെങ്കിൽ എനിക്ക്. അപ്പൊ എന്തായാലും അമേരിക്കയിൽ നിന്നും മധു കൊട്ടാരക്കരോടൊപ്പം വിവേകാനന്ദൻ 24. ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ നാൾ കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ. വീഴാതെ കണ്ണിലന്നു മിന്നിയ നീർമണി, നീറാതെ നീറുന്നൊരോർമ്മ തന്നെത്തിരി. എന്നെ വിട്ടിട്ടെന്തേ പോയി മഞ്ചാടിക്കുരുവി, നിന്നെ കാത്തി തീരത്തെൻ്റെ മോഹം വേരോടി.